ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ എങ്ങനെ നമ്മൾ കസ്റ്റർഡ് ക്രീം ഉണ്ടാക്കാം. ഈ കസ്റ്റർഡ് പൗഡറൊന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാതെ, കടയിൽ നിന്നൊന്നും വാങ്ങിക്കാതെ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് നോക്കുന്നത്. ഇനി ഇതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു ഗ്ലാസ് പാല്, അതിൻ്റെ പകുതി പഞ്ചസാര. അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 250 ml ഗ്ലാസ്സാണ്. അതിനകത്ത് ഒരു ഗ്ലാസ് പാലും അതിൻ്റെ പകുതി പഞ്ചസാര, അതായത് 125 ഗ്രാമിൻ്റെ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ സാധാരണ പഞ്ചസാര പൊടിച്ചതാണ് ഇത് കേട്ടോ. പൊടിച്ച പഞ്ചസാരയാണ് ഇതിലോട്ട് ഉപയോഗിക്കേണ്ടത്. പിന്നെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് കോൺ സ്റ്റാർച്ച് ആണ്. പിന്നെ കുറച്ച് മൈദയും കൂടെ വേണം. ഇതാണ് കോൺ സ്റ്റാർച്ച് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് 1 ടീസ്പൂൺ മൈദ ആഡ് ചെയ്യാം ഈ പാത്രത്തിലോട്ട്. 1 ടീസ്പൂൺ മതി, അതായത് 10 ഗ്രാം അത്രേ ആവശ്യമുള്ളൂ. അടുത്തത് നമ്മൾ കോൺ സ്റ്റാർച്ചും ഇതേ അളവിൽ തന്നെ ആഡ് ചെയ്യണം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ഹാഫ് ഗ്ലാസ് ഒഴിച്ചാൽ മതി. അത് ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനകത്ത് ഇങ്ങനെ തരിയായിട്ടൊന്നും കാണാൻ പറ്റില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ മുട്ട കഴിക്കുന്നവരാണെങ്കിൽ ആ മുട്ടയുടെ മഞ്ഞ എടുത്തിട്ട് ഇത് മൈദയുടെ പകരം ഉപയോഗിച്ച് പാൽ ഒഴിക്കുന്നതിന് മുൻപ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾക്ക് പാലൊഴിക്കാം. അങ്ങനെയും ചെയ്യാം. ഇപ്പം ഞാൻ മുട്ട ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വരുന്നുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കസ്റ്റർഡ് ക്രീമാണ്. നമ്മൾ കസ്റ്റർഡ് പൗഡർ ഒന്നും ഉപയോഗിക്കാതെ തന്നെ, അതുപോലെ പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ കൂടെ ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് പാല് ചൂടാക്കി എടുക്കാം. ആ ബാക്കിയുള്ള പാലാണ് എടുക്കേണ്ടത്. അത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് നമുക്കത് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാം. ഇടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതിനകത്ത് പാടയൊന്നും വരാൻ പറ്റില്ല. ഇപ്പം ഇത് തിള വരുന്നുണ്ട്. നമുക്കിനി ആ പൊടിച്ചു വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇത് കുറച്ച് നേരം ഇളക്കണം. അതിന് ശേഷമാണ് നമ്മൾ മറ്റേ മിക്സ് ചെയ്ത് വെച്ചത് ചേർക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റ് കലക്കി വെച്ചിരിക്കുന്ന മൈദയും കോൺ സ്റ്റാർച്ചും അതുപോലെ പാലും കൂടിയിട്ടുള്ള മിക്സ്ചർ ഇതിനോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പതുക്കെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് മിക്സ് ചെയ്ത് ഒരു തിക്നെസ് വരും, കുറച്ച് തിക്കായിട്ട് വരും. അതുവരെയാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റർഡിന് ഏത് ഒരു കൺസിസ്റ്റൻസി ആണോ വേണ്ടത് അതുവരെ നമ്മൾ ഇത് കുറുക്കിക്കൊണ്ടേ ഇരിക്കണം. ഒരുപാട് തിക്കാവരുത്. കുറച്ച് തിക്കാവുമ്പോൾ തന്നെ നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കാരണം തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ തിക്കാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏത് പരുവത്തിലാണോ വേണ്ടത് ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം സ്റ്റൗ. ഇപ്പം കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. ഇപ്പോൾ ഈ സ്റ്റേജ് ആകുമ്പോഴുണ്ടല്ലോ നമ്മൾ കുറച്ച് വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ആ ഒരു എസൻസ് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ വാനിലയാണ് ചേർക്കുന്നത് സിമ്പിളായിട്ട്. പിന്നെ അതേപോലെ കളറ് ചേർക്കണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഓറഞ്ച് കളർ അതും ചേർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക. അതിനുശേഷം ഇത് തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. നിങ്ങൾക്ക് ഫ്രൂട്ട്സൊക്കെ ഏത് ഫ്രൂട്ട്സ് ആണോ വേണ്ടത് അതെല്ലാം ഇതിലോട്ട് ആഡ് ചെയ്ത് ഫ്രൂട്ട് കസ്റ്റർഡൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് കളർ ചേർക്കുന്നുണ്ട്, ഓറഞ്ച് കളർ.
അത് കാണാനുള്ളൊരു ഭംഗിക്കാണ്. അത് തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇത് കസ്റ്റർഡ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പം ഫ്രൂട്ട്സൊക്കെ ഏതാണ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം ആഡ് ചെയ്തിട്ട് നല്ലൊരു ഫ്രൂട്ട് കസ്റ്റർഡ് ഉണ്ടാക്കാം. അതുപോലെ കേക്കിലൊക്കെ തടവാനും യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. കസ്റ്റർഡ് പൗഡറിൻ്റെ ഒന്നും ആവശ്യമില്ല, വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാം. അപ്പോൾ ഇനി അടുത്ത ഒരു റെസിപ്പി ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.